നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ആളുകൾക്ക് മുമ്പിൽ തന്നെ നിസ്സഹായത പറഞ്ഞ് അഭിനയിച്ച് ഇത്തരത്തിൽ പണം സമ്പാദിക്കുന്ന ഒരു കൂട്ടം ആളുകളെ പലപ്പോഴും നാം കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം ഇപ്പോൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് റംദാൻ മാസമാണ്, സഹായശീലം ഏറ്റവും കൂടുതൽ കാണുന്ന സമയമാണ്. ഇതൊക്കെ മുതലെടുത്തുകൊണ്ടാണ് ഇത്തരക്കാർ രംഗത്തേക്ക് വരുന്നത്. പകുതിയിലധികം ആളുകളും ഇത്തരത്തിൽ ആളുകളുടെ നിസ്സഹായ അവസ്ഥ മുതലെടുക്കുന്നുമുണ്ട്. ഇത്തരക്കാരെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് വിശ്വസിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായാണ് ഇപ്പോൾ അധികൃതർ രംഗത്ത് വരുന്നത്. ഇതിന് ഏറ്റവും വലിയൊരു വാർത്ത തന്നെ ഇപ്പോൾ ഉദാഹരണമായി മാറുന്നുണ്ട്. ഷാർജയിൽ നിന്നുള്ള വാർത്ത. അതായത് 3 ദിവസം കൊണ്ട് 10,000 ദിർഹം, അതായത് 3.17 ലക്ഷം രൂപ സമ്പാദിച്ച യാചകനെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. സ്പെഷ്യൽ ടാസ്ക് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഭിക്ഷാടന വിരുദ്ധ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യുഎഇയിൽ ഉടനീളം നിയമപാലകർ ഭിക്ഷാടനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണ്. പള്ളിയുടെ സമീപത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് യാചിച്ച അറബ് വംശജനായ ഇയാളെ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്വേഷണത്തിൽ ഇയാൾ രാജ്യത്ത് അനധികൃതമായി താമസിക്കുകയാണെന്ന് 3 ദിവസം കൊണ്ട് ഭിക്ഷാടനത്തിലൂടെ 10,000-ലധികം ദിർഹം സമ്പാദിച്ചു എന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഭിക്ഷാടനം സുരക്ഷാ ഭീഷണികൾ ഉയർത്തുന്ന പ്രശ്നമാണെന്ന് സ്പെഷ്യൽ ടാസ്ക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറും ഭിക്ഷാടകരെ പിടികൂടുന്ന സംഘത്തിന്റെ തലവനുമായിട്ടുള്ള ഡീൻ അൽ റഗാൽ ഒമർ ഗസൽ അൽ ഷംസി വ്യക്തമാക്കുന്നു. പെട്ടെന്ന് പണം സമ്പാദിക്കാൻ പല യാചകരും ആളുകളുടെ അനുകമ്പയെ ചൂഷണം ചെയ്യുകയാണ്. റംസാനിന്റെ തുടക്കത്തിൽ ആരംഭിച്ചിട്ടുള്ള യാചകവൃത്തി കുറ്റകൃത്യമാണ് നൽകുന്നത് എന്ന്, അത് ഉത്തരവാദിത്തമാണ് എന്നൊക്കെ ബോധവൽക്കരണത്തിലൂടെ, ക്യാമ്പയിനിലൂടെയൊക്കെ യാചകരെയും തെരുവ് കച്ചവടക്കാരെയും അറസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വ്യക്തമാക്കിയിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ചില വ്യക്തികൾ റംസാൻ മാസത്തിൽ യാചകവൃത്തി ഒരു സീസണൽ തൊഴിലായി മാറ്റുന്നുവെന്നുമാണ് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. യാചകർക്ക് പണം നൽകരുതെന്നും എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ 800440 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്കോ 901 എന്ന കോൾ സെന്ററിലേക്കോ വിളിച്ച് അറിയിക്കണമെന്നും ഷാർജ പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ദുബായിൽ റംസാൻ മാസത്തിന്റെ ആദ്യ പകുതിയിൽ 127 യാചകരെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ പക്കൽ നിന്ന് 50,000 ദിർഹത്തിലധികം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. പൊതുസ്ഥലങ്ങളിൽ അനധികൃതമായി ഭക്ഷണ സാധനങ്ങളും വ്യാജ സാധനങ്ങളും വിറ്റതിന് ദുബായ് പോലീസ് റംദാൻ മാസത്തിന്റെ ആദ്യ പകുതിയിൽ 375 തെരുവ് കച്ചവടക്കാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അംഗീകൃതമല്ലാത്ത കച്ചവടക്കാരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുതെന്ന് താമസക്കാർക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അബുദാബിയിലെ പോലീസും റംസാനിൽ യാചകരുമായി ഇടപെടുന്നതിനെതിരെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി രംഗത്തെത്തിയിരുന്നു. അംഗീകൃത മാർഗങ്ങളിലൂടെ മാത്രം പണം സംഭാവന ചെയ്യാൻ താമസക്കാരോട് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം നേരത്തെയും സമാന തരത്തിലുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. കൃത്രിമ അവയവങ്ങൾ ശരീരത്തിൽ ഘടിപ്പിച്ച് ഭിക്ഷാടനം നടത്തിയ പ്രതിയെയാണ് അന്ന് പോലീസ് കയ്യിൽ നിന്ന് വൻ തുക കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തത്. കൃത്രിമ കാലിൽ 3 ലക്ഷം ദിർഹം ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്ന് അന്ന് കേണൽ അലി അൽ ഷംസി വ്യക്തമാക്കിയിരുന്നു. വീടുകൾക്കും പള്ളികൾക്കും സമീപത്താണ് ഇയാൾ പതിവായി പണം യാചിച്ച് എത്തിയിരുന്നത്. വിസിറ്റിംഗ് വിസയിൽ ദുബായിലെത്തിയ ഇയാളെ ദുബായ് പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് മാറ്റുകയായിരുന്നു. സമാനമായിട്ടുള്ള കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യാചകരെ സൂക്ഷിക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള മുന്നറിയിപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. ആളുകളുടെ ദയനീയത പിടിച്ചുപറ്റാൻ അടവുകളുമായി എത്തുന്ന യാചകരുടെ കെണികളിൽ വീഴരുതെന്നാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് റംസാൻ കാലം ലക്ഷ്യമിട്ട് ദുബായിലെത്തി പള്ളികൾക്ക് സമീപം കറങ്ങി നടന്ന് പണം യാചിക്കുന്നവരുടെ എണ്ണം കൂടിവരുന്ന സാഹചര്യത്തിൽ പിടിയിലായ 90% യാചകരും റംസാൻ മാസത്തിൽ വിസിറ്റിംഗ് വിസയിൽ സന്ദർശകരായി ദുബായിലെത്തിയവരാണ് എന്നും ഇത്തരത്തിലുള്ള യാചകരെ പിടികൂടാൻ തങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഒരു ടീമിനെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും ബ്രിഗേഡിയർ ജനറൽ സായിദ് സുഹൈൽ അൽ അയലി വ്യക്തമാക്കി. ഇത്തരക്കാരുടെ തട്ടിപ്പിൽ വീഴരുതെന്നും ബെഗിംഗ് ഈസ് എ റോങ് കൺസെപ്റ്റ് ഓഫ് കമ്പാഷൻ എന്ന പേരിൽ പോലീസ് ഒരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഭിക്ഷ തേടലിനൊപ്പം തന്നെ മോഷണവും കുട്ടികളെ ചൂഷണം ചെയ്യലും തുടങ്ങിയിട്ടുള്ള കുറ്റകൃത്യങ്ങളും ഉണ്ടായേക്കാമെന്നുള്ള സൂചനയും പോലീസ് നൽകുന്നു. 2022 റംസാൻ മാസത്തിൽ മാത്രം 604 യാചകരെയാണ് ഇത്തരത്തിൽ പിടികൂടിയത്. പക്ഷേ ഈ ഒരു വർഷത്തിൽ അതിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ആളുകളെ മുതലെടുക്കുന്ന യാചകരുടെ എണ്ണം അതുപോലെ തന്നെ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്.